ഗൈസ് തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് ഗൈസ്. എങ്കിൽ കോഴിക്കോട് നിന്ന് തന്നെ യുണൈറ്റഡ് അല്ല, എന്തെങ്കിലും പേര്, യൂണിറ്റി കിട്ടിയ ബസ് കൊയിലാണ്ടിക്ക് കഴിഞ്ഞു. അരുണിൻ്റെ കമ്പനിക്കാർ പിള്ളേരായിരുന്നു. അങ്ങനെ ബസ് മാറി കയറേണ്ടി വന്നില്ല, നേരെ അക്കുഡേറ്റിൽ ഇറക്കി തന്നു. അപ്പം അവർക്കൊക്കെ സംസാരിക്കാനുള്ളത് അമ്മായി വന്ന് ആ ബസ്സിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പോലും. അതൊക്കെ അവർക്കും സംസാരിക്കാനുള്ളത്. അങ്ങനെ അതൊക്കെ അവരോടൊക്കെ സംസാരിച്ചു. ഒക്കെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ അമ്മ മഴയാണ്, എമ്മാതിരി മഴ എന്നറിയോ. മഴനെല്ലാവരും കുത്തിരുന്ന് പ്രാകും, ഒടുക്കന്നത്തെ മഴ എന്ന് പറഞ്ഞ്. വെയിലാണെങ്കിൽ നിങ്ങൾ നോക്ക്, കത്തുന്ന വെയിൽ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ലിസിത പ്രിയ നിങ്ങൾക്ക് 2 പേർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരാളുടെ പണി പോകണമെന്ന് ഒരാൾ വിചാരിച്ചിട്ട് കാര്യമല്ല, ദൈവം തമ്പുരാനും കൂടെ വിചാരിക്കണം. പിന്നെ അവൻ്റെ KSRTC പണി പോയി, ഇനി അതിൻ്റെ സത്യാവസ്ഥയും കൂടി ഒന്ന് തെളിയിക്കാനുള്ളൂ. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾക്ക് മാത്രം പറയാനുള്ളൊരു വാചകമല്ലല്ലോ ഈ വെയിറ്റ് ആൻഡ് സീ. ആ വെയിറ്റ് ആൻഡ് സീ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാം, നന്ദി മാത്താ. കാരണം ഒരു ദിവസം ബസ്സിൽ പോയി 4 ദിവസം ലീവ് എടുത്താലും ഭയങ്കര മടിയാണ് ബസ്സിൽ പോകാൻ. ഡേ മഴ പെയ്യുന്നേ, എന്തൊരു മിറാക്കിൾ. അപ്പം ഒരു ദിവസം ബസ്സിൽ പോയി 2 ദിവസത്തേക്ക് ബസ്സിൽ പോകാൻ മടിയാണ്. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയ മുട്ടുകാലി ഞാൻ വെട്ടും പറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഹരിത കർമ്മസേനക്കാർ കവറെടുക്കുന്നു. എൻ്റെ വീട്ടിൽ വന്ന കാർഡെടുത്ത് വെച്ചിന്, എൻ്റെ മോളെടുത്ത് കൊടുത്തതാ. വെറുതെ പലതും അപ്പം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. വീട്ടിൽ പോകണം, കുളിക്കണം, ഫ്രഷ് ആവണം, ഫുഡൊക്കെ ഉണ്ടാക്കണം. പിള്ളേർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു. എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കണം, നോക്കട്ടെ. അപ്പം അങ്ങനെയാണ്. വീടെത്താറായി. ബൈ പറഞ്ഞുകൊണ്ട് ജസ്ന സലീം, ടാറ്റാ.